എന്നാൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് വെറുമൊരു നാടകമല്ല, മറിച്ച് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു കാലഘട്ടത്തിന്റെ തന്നെ പുനരാവിഷ്കരണമാണ്. നിങ്ങൾ വന്നു, ഇപ്പൊ കൊണ്ടുവരാം. ഇതാ താങ്കളൊക്കെ എന്തോ. ഇന്നലെ രാത്രി എന്ത് മഴയായിരുന്നു. ഭൂമി നല്ലോണം നനഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും നട്ടാ നല്ലോണം തഴച്ചു വളരും. നീ വാ, ഇരിക്കാൻ നേരമില്ല, നമുക്കൊരു വാഴ നടാം. മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതക പൂമ്പു കോടിച്ചു വന്നു. മക്കളെ, നമ്മുടെ വാഴ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടത്ത പാട്ടുപാടി. മരമെല്ലാം പൂത്തപ്പോൾ കുളിർകാറ്റു വന്നപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി. ആ മലയ, പണി വെക്കത് കഴിഞ്ഞോ? തോന്നമ്പ്രാ, നാ പോയിക്കൊള്ള. ആ മലയ, നിൽക്ക, ഇങ്ങോട്ട് വരിക. ഞാറ്റുവേല പോകുന്നതിന് മുമ്പ് വിരിപ്പിടണം കേട്ടോ. ശരി തമ്പ്ര. മോളെ, അച്ഛന്റെ തൊപ്പിക്കൊട ഇങ്ങോട്ട് എടുത്തേ. ഞങ്ങള് വേലയ്ക്ക് പോവാൻ കേട്ടോ. ഇന്നാരാ വാഴയ്ക്ക് വെള്ളം ഒഴിക്കാം? ഞാൻ ഒഴിക്കാം. ശരി മക്കളെ. രാവിലെ പോകും മലയനും മഴകിയും പോരുമ്പോൾ അന്തിയാകും. ചെറുവാഴത്തൈനും വെള്ളമൊഴിക്കുവാൻ മറവി പറ്റാറില്ലവർക്കു ചുറ്റും. അങ്ങനെ പതുക്കെ പതുക്കെ ആ വാഴത്തായി വളർന്നു വന്നു. ഒപ്പം ആ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളും. ഇവരുടെ നോവുകൾ എന്നൊടുങ്ങാൻ മണിമന്ദിരങ്ങളിൽ ആഹ്ലാദം നിറയുന്നു. ചാകുന്നു മിനിക്കാതി പാവങ്ങൾ. ചേട്ടാ, ഈ ഞാലിപ്പൂവിന്റെ പഴത്തിന് എന്ത് സാധായിരിക്കുമല്ലേ? അയ്യേ കൊതിയൻ, കൊല വരാറായിട്ടില്ല. അതിനു മുമ്പേ ഈ കൊതിയന്റെ വായിൽ വെള്ളം ഒടിക്കാം. പക്ഷെ എനിക്ക് പേടി അതല്ല. ഈ കൊല വന്ന അത് അന്ന് തന്നെ അച്ഛൻ അരി വാങ്ങാൻ ആർക്കെങ്കിലും വെട്ടിവെക്കും. പൂശേട്ടെ, നിന്റെ കരുനാക്കൊണ്ടൊന്ന് പറയാതെ മനുഷ്യനിവിടെ കൊതിയായിട്ട് നിൽക്കാൻ പാടില്ല. നോക്കിക്കോ, ഈ പഴം പഴുത്ത അതിന്റെ പകുതി ഞാൻ ഒറ്റയ്ക്ക് കട്ടുകഴിഞ്ഞു. പൂവടി, അത് കാണാം. ദുരമൂത്ത മറുത, നിന്റെ കാലിന്റെ തൊലി അങ്ങനെ ഞാനില്ലേ, നീ കണ്ടോ? ഇതുവീതം നിത്യമാവാടച്ചു വട്ടില കൊതിയ സമാജം നടന്നു. ആ കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഒരു കുല വരാൻ ആ വാഴ പോലും ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിനം അച്ഛാ, അമ്മേ, നീലി, ഓടിവാ, ഓടിവാ. നമ്മുടെ മഴ കൊലച്ചു. ഹായ്, നമ്മുടെ മഴ കൊലച്ചു. എവിടെ? ഒരു ദിനം വാഴ കുലച്ചതു കാരണം തിരുവോണം വന്നു കുലക്കുടിലേ. നീലി, നിനക്കെന്നോട് കെറുവാണോ? എനിക്കല്ലല്ലോ, നീയല്ലേ എന്നെ തല്ലുമെന്ന് പറഞ്ഞത്. അതിനാ
ഉടയോന്റെ മേടയിലും നീകൾ പഞ്ചാര ചുടുപാലടയുണ്ടുറങ്ങിടുമ്പോ അവനോടെ കൺമണി കുഞ്ഞുങ്ങൾ പട്ടിണി കലയണ മുച്ചക്കോടും വെയിലിൽ അവരുടെ തൊണ്ട നനയ്ക്കുവാനുള്ളതോ അയലത്തെ മേറ്റിലെ മൂട്ടുവള്ളം കനിമുറ്റ ലോകമേ നീ നിന്റെ ഭാവന കനകസിംഹാനത്തിൽ സഞ്ചരിക്കൂ ഇവയൊന്നും നോക്കേണ്ട കാണേണ്ട നീ നിന്റെ അവിടെ പൂങ്കാറ്റിലലഞ്ഞുകൊള്ളൂ നിങ്ങൾക്കിത് എന്താ പറ്റിയത് എന്റെ മനുഷ്യനെ? കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. നീ ആ വെട്ടുകത്തി ഇങ്ങോട്ടെടുത്തേ. എനിക്കൊന്നും മനസ്സിലാവണുണ്ട് എന്റെ ദൈവങ്ങളെ. ഇതാ വെട്ടുകത്തി. മലയന വാഴയെ സ്പർശിച്ച മാത്രയിൽ മനതാരിൽ നിന്നോരിടി മുഴങ്ങി കേളാ, മാദേവ, ഓടി വാ. ദേ നമ്മുടെ അച്ഛൻ കൊല വെട്ടാൻ പോണു. ആയ്. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? ഒന്നുമില്ല മക്കളെ, അച്ഛൻ എന്തോ ഓർത്തുപോയി. നീ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ട്ടോ. അതൊക്കെ ശരിയാക്കാമെന്നേ. ഓ, ഈ കൊതിയനെ കൊണ്ട് തോറ്റു. കരുവള്ളോ നീലിക്കൊരുമ്മ കൊടുക്കുന്നു കരളിൽ തുളുമ്പും കുതൂഹലത്താൽ സരസമായി മാദേവൻ കേളന്റെ തോളത്ത് വിരൽ തട്ടി താളം പിടിച്ചു നിൽക്കൂ മക്കളെ, എന്തു പറ്റി? പറയൂ, എന്തു പറ്റി? അഴകി, മക്കളെ. കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പൂര ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ അച്ഛാ, ഒരു പഴം താ അച്ഛാ. അച്ഛാ, ഒരു പഴം താ അച്ഛാ. കരയാതെ മക്കളെ, കരയാതെ. മലയന്നാടന്നു നടക്കുന്നു മാടത്തിൽ അലയും മുറയും നിലവിളിയും അവശന്മാരാത്രന്മാരാലംബഹീനന്മാർ അവരുടെ സങ്കടമാരറിയാൻ പണമുള്ളോർ നിർമ്മിച്ച നീതിക്കിതിലൊന്നും പറയുവാനില്ലേ ഞാൻ പിൻവലിച്ചു ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുന്നു അതിലേറെ നിങ്ങൾ തൻ മാന്യമഹാജനങ്ങളെ, ഒരു നൂറ്റാണ്ടുകാലം മനുഷ്യ മനസ്സുകളെ വേദനിപ്പിച്ച ഇക്കഥ ഇന്നും നമ്മിൽ ഉണർത്തുന്ന ധാർമ്മിക രോഷത്തിന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നാമും പങ്കാളികളാവുകയാണ്. ഇതിനൊക്കെ പരിഹാരമായി ജാതിവർഗ ഭേദമില്ലാതെ നല്ലൊരു രാഷ്ട്രം പണിതുയർത്തിക്കൊണ്ട് ഇതൊക്കെ ഇന്നലെയിലെ വെറും ഒരു കഥയായി മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമായി.